ഒരു മാസം പിന്നിടുമ്പോഴും അയവില്ലാതെ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം തുടരുകയാണ്. മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഇറാനിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിൽ യുറേനിയം ഉണ്ട്. ആ ശേഖരം പിടിച്ചെടുക്കുന്നതിന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇവിടെ ഏതാണ്ട് ഒരു 450 കിലോ യുറേനിയം ഉണ്ട്. ഇത് സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഈ സൈനിക ദൗത്യത്തിന്റെ പ്രധാനമായിട്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിന് ഇറാന്റെ മണ്ണിൽ നേരിട്ട് പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത ഉള്ളതുമാണ്. അതുകൊണ്ട് ഈ അമേരിക്കൻ സൈനികർക്ക് ചിലപ്പം ദിവസങ്ങളോളം ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ ഇറാനിൽ തങ്ങേണ്ടി വരുമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു സൂചന. അതുകൊണ്ട് തന്നെ ഈ സൈനിക ദൗത്യത്തിന്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം ഈ നിമിഷം വരെ കൈക്കൊണ്ടിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുക്കുമായിരിക്കാം. അതേസമയം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. അതിന് ആതിഥേയത്വം വഹിക്കുവാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്ലാമാബാദിൽ 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നലെ നടന്നു. അതിനുശേഷം അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദറാണ് ഇത് സംബന്ധിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാക്കിയത്. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാർ കൂടി ഈ മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഒരു പേഴ്സണൽ മെസ്സേജ് ഇറാഖിലെ പ്രമുഖ ഷിയ രാഷ്ട്രീയ പാർട്ടിയായ ഇസ്ലാമിക് സുപ്രീം കൗൺസിൽ ഓഫ് ഇറാഖിന് കൈമാറിയിട്ടുണ്ട്. ഇറാഖിലെ ഇറാനിയൻ അംബാസഡറാണ് ഈ പാർട്ടിയുടെ ഈ മെസ്സേജ് അവിടെ എത്തിച്ചത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും ഈ US ഇസ്രായേൽ യുദ്ധത്തിൽ ഇവര് എടുത്ത ഒരു നിലപാട് അതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇത്. US ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷം മുജ്തബ ഖമേനി ഇതുവരെയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. അതേസമയം ഇറാനെതിരെ കടുത്ത വിമർശനവുമായി UAE പ്രസിഡന്റ് ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗൾഫ് അറബ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും അതിന്റെ തൊട്ടടുത്ത ചില പ്രവിശ്യകളിലും വലിയ തോതിൽ വൈദ്യുതി തടസ്സം നേരിടുന്നതായി ഇറാൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ പ്രധാന വൈദ്യുതി നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ഈ ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീനിധി, ഗോകുൽ.